ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 100 ഗ്രാം ചിക്കൻ ബോൺലെസ് ചിക്കനാണ് അവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ഒന്ന് ഈ മസാലകളൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി അടുത്ത് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 കോഴിമുട്ട ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി. ഞാനിവിടെ 1 കോഴിമുട്ട ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഈ മാവൊന്ന് യോജിപ്പിച്ചെടുക്കണം. ബാറ്റർ ഇതുപോലെ തയ്യാറാക്കണം. കാരണം ഒരുപാട് വെള്ളം പാടില്ല, ഈ ലൂസ് വേണം, ഇങ്ങനെയായിരിക്കണം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കനൊന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിലേക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഒന്നിട്ട് കൊടുക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇവിടെ അരിഞ്ഞിരിക്കുന്നത്. വേഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഒന്ന് നന്നായി ഒന്ന് രണ്ടും കൂടെ ചേർത്ത് 2 ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി, കൂടുതൽ കരിയാൻ പാടില്ല. അപ്പോൾ ചിക്കനൊക്കെ കൂടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഈ വറുത്തെടുത്ത് ചിക്കൻ മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ തരിയാവാനും പാടില്ല, ഒരു ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവണം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 2 സവാള സ്ലൈസായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഇനി അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. വേഗം ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാനാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പെരുംജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി നന്നായി ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് മല്ലിത്തഴയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ. ഇനി നമുക്ക് ദോശ ഒന്ന് ഊറ്റാനുണ്ട്. നല്ല നൈസായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വളരെ നൈസായിട്ട് നമ്മൾ ഒരു ദോശ ഒന്ന് ഊറ്റിയെടുക്കണം. ഓരോ ദോശയായിട്ട് ഇതുപോലെ. ലോ ഫ്ലെയിമിൽ വെച്ച് ഒഴിച്ചാൽ മതി. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എടുക്കാം.
ഇതുണ്ട്, ഇതുപോലെ ഉണ്ടാവണം. നല്ല നൈസായിരിക്കണം, കരിയാനും പാടില്ല, സോഫ്റ്റായിരിക്കണം ദോശ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഓരോ ദോശയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ റോള് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ, കാരണം ഒരു 2 ടീസ്പൂൺ, നിങ്ങൾ ദോശയുടെ വലിപ്പത്തിനനുസരിച്ച് അത് റോൾ ചെയ്യുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ആ ചിക്കനിൻ്റെ മസാലകളൊക്കെ ഒരു 2 ടീസ്പൂണാണ് ഞാനിവിടെ ഇടുന്നത്. ഇനി അതിനായിട്ട് അടുത്തത് നമ്മൾ ഈ ബാറ്റർ ഉണ്ടല്ലോ, ആ മൈദയുടെ ബാറ്റർ നമ്മൾ 2 സൈഡ് 4 സൈഡും എല്ലാവിടെയും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. കാരണം ഇത് നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് വിട്ടു പോകാതിരിക്കാനാണ്. 4 സൈഡ് ഇതുപോലെ ഈ മാവ് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് സാവധാനം ഇതുപോലെ 4 സൈഡും നന്നായി ഒന്ന് എല്ലാവിടെയും ഒന്ന് മടക്കി യോജിപ്പിക്കണം. വിട്ടു പോകാൻ പാടില്ല. ഇതുപോലെ സാവധാനം ചെയ്താൽ മതി. ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഈ 4 സൈഡും ഒന്ന് ഈ ബാറ്റർ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ റോൾ ചെയ്ത് വെക്കണം. ഇനി അടുത്തും ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ ചിക്കൻ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ ബാറ്റർ 4 സൈഡൊന്ന് ദോശയുടെ 4 സൈഡൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചിക്കൻ റോൾ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റോളാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു മുട്ട ഉടച്ച് വെച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ റോളൊക്കെ അതിലൊന്ന് മുക്കിയെടുക്കണം. ഇനി ബ്രെഡിൻ്റെ പൊടിയിലേക്ക് അതിലും കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കണം. മുക്കി നന്നായി എല്ലാവിടെയും ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം ഈ ബ്രെഡിൻ്റെ പൊടി. ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ മുട്ടയുടെ ആ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഇതേപോലെ തന്നെ ബ്രെഡിൻ്റെ പൊടിയിലൊക്കെ ഒന്ന് മുക്കിയിട്ട് നന്നായി എല്ലാവിടെയും ഈ റോൾ എല്ലാവിടെയും ബ്രെഡിൻ്റെ പൊടി തേച്ച് പിടിപ്പിച്ച ശേഷം ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയത്. ഞാനിവിടെ 6 റോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി എണ്ണ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. അതിന് മേലെ കുറേശ്ശെയൊക്കെ എണ്ണ കോരി ഒഴിച്ച് കൊടുക്കും. കാരണം ഇത് ബ്രെഡിൻ്റെ പൊടിയിലായതുകൊണ്ട് വേഗം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം എന്ന് പറയുന്നത്. രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ചുവന്ന പരുവായി വരണം 2 ഭാഗവും. ഈ കളർ വരുമ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള റോളുകളും കൂടെ ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ചിക്കൻ റോള്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് വേഗം വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികൾ വീണ്ടും തുടർന്ന് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പിയായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. എല്ലാവർക്കും ബൈ.